ഹലോ പ്രേക്ഷകരെ, നമ്മൾ ക്രിസ്മസിന്റെ ആഘോഷം ആവേശമൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്, തലസ്ഥാനത്താണ്. നമ്മൾ ഇന്ന് ഇവിടെ വന്നത് നമ്മുടെ 2 അതിഥികൾ കൂടി നമ്മളോട് കൂടി ചേരും. അവരുടെ വിശേഷങ്ങൾ ഒപ്പം ചെറിയ പാചകമൊക്കെ ആയിട്ട് അടുത്തൊരു അരമണിക്കൂർ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മൾ ആ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാണ്. അത് മറ്റാരുമല്ല, മലയാളത്തിൻ്റെ രുചിപ്പെരുമ ലോകമാകെ അറിയിച്ച ദ മാസ്റ്റർ ഷെഫ് പിള്ള. ആകെപ്പാടെ ഭയങ്കര ക്രിസ്മസിന്റെ ഒരു വൈബും കളറും ഇല്ലേ? അത് ഞാൻ ഈ ചെറിയ വെക്കേഷൻ നാട്ടിലേക്ക് വന്നപ്പോ അതില് ഒരു വലിയ സമയം ഞാനങ്ങ് അപഹരിക്കുകയാണ്. കുഴപ്പമില്ല, നമ്മളത് കുറെ നാളായിട്ട് വിചാരിച്ചൊരു സംഭവം വീണ്ടും വന്നു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഒരു 4-5 വർഷം ആയിട്ടുള്ളൂ ഷെഫ് പിള്ള എന്ന് പറഞ്ഞ ബ്രാൻഡ് അങ്ങനെ തിളങ്ങാൻ തുടങ്ങി. പക്ഷെ ഒരു 30 വർഷത്തിലേറെ ആയിട്ട് ഈ മേഖലയിലുണ്ട്, ആളുകൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ആ ഒരു ഫുഡ് സെർവ് ചെയ്യുന്നതെന്ന് ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറിയത്? ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു ബിസിനസ്സിലേക്ക് അത് എത്തി. ആ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ. കുറെ വർഷങ്ങളിലൂടെ അതുകൊണ്ട് അത് ഇപ്പോഴത്തെ ഒരു അതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് 15 റെസ്റ്റോറൻറ്റ്സ് മൾട്ടിപ്പിൾ കൺട്രീസിൽ തുറക്കാൻ പറ്റിയതും പുതിയൊരു 40 പ്രൊജക്ട് വന്നതും. അപ്പൊ 2 സിനിമ നേരിലും അഭിനയിച്ചപ്പോ നേരിലും പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു മേഖലയിൽ നമ്മൾ ഒരു കാര്യത്തിൽ 100% ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ നമ്മളതിൻ്റെ മാസ്റ്ററാവും. അപ്പോൾ അത് അതിൻ്റെ ഉൾവശങ്ങൾ, അത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വിവേകം, നമുക്കൊരു വിസ്ഡം കിട്ടും. പ്യുവർലി ഹാർഡ് വർക്ക്, ഭയങ്കരമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഓഫില്ല, ഹോളിഡേയ്സ് ഇല്ല, 90 hours എ വീക്ക്. അതെന്നൊക്കെ പറഞ്ഞാൽ ഈ UK ജോലി ചെയ്യുന്ന 90 മണിക്കൂർ എന്നൊക്കെ പറയുന്ന അവിടെ 40 മണിക്കൂർ വർക്ക് ചെയ്ത സ്ട്രെസ് റിലേറ്റഡ് ഇൻലെസ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ മാറിപ്പോ. ഈ ഷെഫ് അല്ലെങ്കിൽ ഒരു കുക്കിങ്ങിലേക്കൊക്കെ വരുന്നതിന് സാഹചര്യം കൊണ്ട് വന്നു പെട്ടതാണ്, അല്ലാതെ നമ്മൾ അന്ന് പാഷനേറ്റ് ആയിട്ട് തുടങ്ങി വെച്ചതാണോ? അല്ലല്ല, ഞാൻ അവിചാരിതമായിട്ട് ഈ ഒരു മേഖലയിലോട്ട് വന്ന ഒരാളോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഷെഫ് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു പാചകം നമുക്കറിയാം, ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഈ ഒരു മേഖലയിൽ എത്തപ്പെട്ടു. അത് വേറൊരു സർവീസ് ആയിരുന്നു. അവിടുന്ന് കിച്ചണിലേക്ക് കയറിയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ ഇത് കൊള്ളാം എന്ന്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുണ്ട്, നാച്ചുറലി നമ്മുടെ സ്കില്ല് ഇതിനകത്തുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് മികവ് തെളിയിക്കാൻ പറ്റും. നമ്മളുടെ നൈപുണ്യം എന്ന് പറയുന്നില്ലേ, ആ സ്കില്ലിനെ നമുക്ക് കൂടുതലായിട്ട് ഉയർത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക. അതായത് അങ്ങനെ 30 വർഷത്തെ ഒരു ഓട്ടം അല്ലെങ്കിൽ കഠിനാധ്വാനത്തിന് അവസാനമായിട്ട് ഇപ്പം ഒരു വലിയൊരു ഹോട്ടൽ ശൃംഖലയുടെ റെസ്റ്റോറന്റ് ശൃംഖലയുടെ ഒരു ഉടമയായി മാറിയിരിക്കുകയാണ്. കുറെ പേർക്ക് ജോലി നൽകുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. അത് ചേട്ടന് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും, ഭക്ഷണപ്രേമികൾക്കും, എല്ലായിടത്തും ഇപ്പം നമുക്ക് നിർവാണെ അറിയാം, ഷെഫ് പിള്ള അറിയാം, RCP ഒരു ബ്രാൻഡായി മാറുന്നു. അപ്പം മലയാളികൾക്ക് സന്തോഷമുള്ള കാര്യം. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിൽ നമ്മുടെ അതിഥിയുടെ വീട്ടിലേക്ക് അടുത്തേക്ക് പോയാലോ? തീർച്ചയായിട്ടും പോവാം. ഓക്കെ, എന്നാ പോകാം. വരും. ഓണത്തിന് മിനിസ്റ്ററായിട്ടിരിക്കാൻ പ്ലാൻ ചെയ്തതാണ്, ഇപ്പോഴാണ് നടക്കുക. ക്രിസ്മസ് വരെ എത്തി. പക്ഷെ വന്നപ്പോ എനിക്ക് ആദ്യം മനസ്സിലായത് എന്ത് കൊടുക്കും. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, എനിക്കൊന്ന് ഞങ്ങൾക്കൊന്നും തരണ്ട, ഞങ്ങൾ ചിലത് അങ്ങോട്ട് തരാം. നമ്മൾ ഇന്ന് നമുക്ക് പോയി ചെയ്യാം. നമ്മളുള്ളത് കൊണ്ട് നമ്മൾ ഡിഷ് റെഡിയാക്കും. ഓക്കെ.
അങ്ങോട്ട് വരണം, ഞങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. നിർമ്മാണം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യമായിട്ട് കഴിക്കല്ലേ? ആദ്യമായിട്ട് മേഡത്തിന് ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ tasty ആയി ചൂടോടെ കഴിച്ചു. എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാണ്ട് വെറുതെ വർത്താനം പറയാൻ പാടില്ല എന്ന് വെച്ചിട്ട് മാത്രമാണ്. നേരിട്ട് ഷെഫിന്റെ കയ്യിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന അത് വലിയ ഭാഗ്യം. അത് നമുക്ക് പുറത്തേക്ക് ഇരുന്ന് കഴിക്കാം. വരും. ഓക്കെ ശരി അതെ അതെ. ശരി ശരി. അപ്പോൾ ഭക്ഷണം മുന്നിൽ വെച്ചുള്ള സംസാരം വേണ്ട, ആദ്യം ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. മിനിസ്റ്റർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ, പ്രത്യേകിച്ച് ക്രിസ്മസ് ഓർക്കുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഷ് ഏതാ? ഇത് മുന്നിലിരിക്കുന്നതുകൊണ്ടല്ല, തീർച്ചയായിട്ടും അപ്പം, പാലപ്പം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാ. അപ്പോൾ പാലപ്പവും ഫിഷ് മോളിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൂ, പാലപ്പം സ്റ്റൂ ഇഷ്ടമാണ്. സുരേഷേട്ടൻ ഇപ്പം പല സമയത്ത് പല ക്രിസ്മസ് പല നാട്ടിലായിരുന്നിരിക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ ഏതെങ്കിലും രാജ്യത്തെ വിഭവം ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ജനിച്ചു വളർന്ന സമയത്ത് ഈ ഒരു മീറ്റ്, ഒരു കോഴിയിറച്ചി അല്ലെങ്കിൽ ബീഫൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്രിസ്മസിന് മാത്രം. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസ് ഡേയുടെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ രാവിലെ ഈ പള്ളി കഴിഞ്ഞിട്ട് ഈ മേഡം പറഞ്ഞ പോലെ ഫസ്റ്റ് കോഴ്സായിട്ട് അപ്പം അല്ലെങ്കിൽ സ്റ്റൂ അല്ലെങ്കിൽ ബ്രെഡ്, ഫിഷ് മോളി, അങ്ങനെ. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വിഭവം ഈ ക്രിസ്മസിന് മാത്രമുണ്ട്, ഏത്തയ്ക്ക കൊതപ്പിച്ചെന്നാണ് പറയുക. അപ്പോൾ ഈ നേന്ത്രപ്പഴം നമുക്ക് പുതിയ ഭയങ്കര ഡെഫിനറ്റ് ആയിട്ട് കഴിക്കണ്ടേ. അത് ആ ക്രിസ്മസ് ഡേയിൽ അത് ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നതാണ്. നേന്ത്രപ്പഴം ഇങ്ങനെ എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബട്ടറിലോ നെയ്യിലോ ഒന്ന് റോസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു സ്റ്റൂവിൻ്റെ പഴുത്തയാണ്. അപ്പോൾ ആ ഒരു ഇളം മധുരം തേങ്ങാപ്പാലിനകത്ത് ഈ നേന്ത്രപ്പഴം വറ്റിച്ചെടുത്ത് ഒരു കറി, അതിന് കൊതപ്പിക്കുക എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരുടെയും പ്രഭാത ഭക്ഷണം ആദ്യത്തെ ഫസ്റ്റ് കോഴ്സ് അപ്പോ ഇടിയപ്പോ ഈ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നോൺ വെജുകളിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഒരുപാട് ഈ ക്രിസ്മസിന് ഈ റോസ്റ്റ് യു കെയിലും യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു ആഘോഷമാണ്. ഈ ഫാമിലീസ് ടുഗദർനെസ് ആണ്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെയുള്ള മീറ്റുകൾ, യോർക്ക്ഷയർ പുഡിങ്, റോസ്റ്റ്, ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ്, അവർ വീട്ടിൽ ബേക്ക് ചെയ്ത ബ്രെഡ്, അങ്ങനെ 10-15 പേര്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോയി കഴിക്കുമ്പോൾ അത് ഭയങ്കര നമുക്കൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടംപോലെ വൈൻ, ഹോം മെയ്ഡ് വൈൻസ്, കേക്ക്, അത് കഴിഞ്ഞ് റോസ്റ്റ് മീറ്റ് എന്നാണ് പറയുക. എല്ലാ മീറ്റും. പക്ഷേ അത് ആദ്യമായിട്ടൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ആ ഫാമിലി ഗ്രേറ്റ്നെസ് അത് നമ്മുടെ നാട്ടിൽ പക്ഷേ വേറെ തരം ആഘോഷമാണ്. ഇതേ സെയിം തന്നെ, പക്ഷേ നമ്മുടെ ബീഫും ചിക്കനും പോർക്ക്, മട്ടൻ, താറാവ്, അത് ഓരോ സ്ഥലത്ത്. ഇപ്പോൾ കൊല്ലത്ത് ഇതാണ്, എറണാകുളം ഭാഗത്ത് വേറെ സ്റ്റൈലാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ, അങ്കമാലിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പോർക്ക് കൊണ്ടുള്ള ഒരു പൂരാണ്. അതെ അതെ അതെ. ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് മിനിസ്ട്രി അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വരുന്നതും ഭക്ഷണത്തിനാണ്. ഏറ്റവും പഴി കേൾക്കേണ്ടി വരുന്നതും ഭക്ഷണത്തിനാണ്. മനുഷ്യർ കുറച്ചുകൂടെ വിജിലൻ്റ് ആവണം മലയാളി ഈ ഭക്ഷണം കഴിക്കുന്നതിലും ചൂസ് ചെയ്യുന്നതിലും തോന്നാറുണ്ടോ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം. ഇതിന് 2-3 തലങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് സുരക്ഷിത ഭക്ഷണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ ധാരാളം ആളുകൾ നമ്മളുടെ കേരളത്തിനകത്തും അതുപോലെ കേരളത്തിലേക്കും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ആരെവിടെ ഒരു സ്ട്രീറ്റ് ഫുഡാണെങ്കിലും അതല്ല ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും സേഫ് ഫുഡായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നിലവിൽ FSSAI ആക്ടാണ്, കേന്ദ്ര നിയമമാണ്, 2011 പാസ്സായ നിയമമാണ്. ആ നിയമം ശക്തമായി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ കുറേയേറെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഈ നിയമ നടപടികൾ ശക്തമായതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും റെക്കോർഡ് വർധനയാണ് പിഴ ഒടുക്കിയത്. പിന്നെ നമ്മളെല്ലാവർക്കും ലൈസൻസിങ്ങിന് അവസരം കൊടുത്തു. ഇത്ര നാളിനുള്ളിൽ നിങ്ങൾ ലൈസൻസ് എടുത്തിരിക്കണം. പിന്നെ ഈ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വർഷമായിട്ട് നടപ്പിലാക്കാത്തൊരു കാര്യമുണ്ട്, ഹെൽത്ത് കാർഡ്. അപ്പോൾ എല്ലാവരും ചോദിക്കുക, ഹെൽത്ത് കാർഡ് അത്ര പ്രധാനപ്പെട്ടതാണോ? നമ്മളിതിൻ്റെ ഓരോ കമ്പോണൻസ് ഉണ്ട്. അതിലൊന്ന് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളിൽ നിന്ന്, അതുപോലെ സെർവ് ചെയ്യുന്ന ആൾ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചമ്മന്തി ആണെങ്കിലും കഞ്ഞിയാണെങ്കിലും വൃത്തിയായിട്ട് സെർവ് ചെയ്യുന്നതും വളരെ മതിപ്പുണ്ടാവുന്നതാണ്. അപ്പം അതിൽ ഈ ഹെൽത്ത് കാർഡിൽ പല ഇതുണ്ട്. ഇന്ന രോഗങ്ങളുണ്ടാകാൻ പാടില്ല, പകർച്ചവ്യാധികളും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നെയിൽസ് കട്ട് ചെയ്യുക, പിന്നെ ഈ ക്യാപ്പ് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് കാർഡ് മസ്റ്റാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്സിൻ എടുക്കണമായിരുന്നു, അത് 2000 രൂപയാണ്. അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കാരുണ്യ വഴി 80 രൂപയ്ക്ക് 5 പേർക്ക് എടുക്കാം, അങ്ങനെ എല്ലാം ആക്കി കൊടുത്തു. അപ്പോൾ ഇതൊരു കൂടുതൽ കർശനമാകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സുരേഷേട്ടനെ പോലുള്ള ഓൺടർപ്രണേഴ്സ് സപ്പോർട്ട് ചെയ്യും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾക്കായി ശരിക്കും പറഞ്ഞാൽ ഒരു
ബിസിനസ് തന്നെ അല്ലെങ്കിൽ ഒരു പേര് തന്നെ ഒരു സ്ഥാപനം തന്നെ ഇല്ലാതെ ഇപ്പോൾ ഒരു ഫുഡ് പോയിസൺ വാർത്തയുണ്ട്. പക്ഷേ എന്നാലും ആളുകൾ വിജിലൻ്റ് ആവുന്നില്ല. ചില സമയത്തെങ്കിലും ലാഭം നോക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ നല്ല ആളുകൾക്ക് ഒരു ചീത്തപ്പേരാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈ മേഡം പറഞ്ഞ പോലെ ഈ സുരക്ഷിതമായ ഭക്ഷണം ആരുടെ ഔദാര്യമല്ല, അത് തീർച്ചയായിട്ടും എല്ലാവരുടെ അവകാശമാണ്. ഒരാൾ പണം കൊടുത്ത് ഭക്ഷണം കഴിച്ചാൽ, അല്ലെങ്കിൽ ഇനി പണമല്ലാതെ ഒരു കല്യാണത്തിന് പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ അമ്പലത്തിലൊരു പ്രസാദം ആയിക്കോട്ടെ, ഇത് ഭക്ഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായിരിക്കണം. അതിനകത്ത് പിന്നെ അതൊരു പാലിനകത്ത് വെള്ളം ചേർക്കുന്നത് പോലും അത് മായമാണ്. അതുപോലും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഇത്തിരി പാലിനകത്ത് ഇത്തിരിയല്ലേ ഒഴിക്കുന്നുള്ളൂ അല്ലേ, അവിടെ മുതൽ അതുപോലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിനകത്ത് ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ മായം ചേർക്കുന്നത് വലിയ കുറ്റമാണ്. അപ്പോൾ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു കഴിഞ്ഞ ഒരു 5 ഇയേഴ്സായിട്ട് ഞാനിപ്പോൾ ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം എന്തോരം ഡിഫറൻസ്, ഒരുപാട് നിയമങ്ങൾ കർശനമാക്കി. ഇതിപ്പോൾ പെട്ടെന്ന് ഒത്തിരി നിയമങ്ങൾ ഇല്ലാതിരുന്നൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ അതിനെ കർശനമായിട്ട് പാലിക്കാത്തത് പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ഇതൊരു അക്സെപ്റ്റൻസിൻ്റെ പാടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ നമുക്കറിയാം വളരെ അവർ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഗ്രൂപ്പ്സിലും അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് പാലിക്കണം. അല്ലാതെ ഇപ്പോൾ ഓണേഴ്സ് ആയാലും അതിൻ്റെ ചെറിയ ഇതായാലും ഈ ഒരു കർശനമായ നിയന്ത്രണങ്ങൾ വന്ന കാരണം അവർ കൂടുതൽ വിജിലൻ്റ് ആവുകയും അവർ കൂടുതൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും അവിടെ എടുക്കുന്ന തൊഴിലാളികളെ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഹൈജീൻ, ഒരു ഫുഡ് ഹാൻഡ്ലേഴ്സാണ്. അത് ഒരു ഷെഫ് ആവണമെന്നില്ല, റെസ്പോൺസിബിൾ ആവണം. ഫുഡ് ഹാൻഡ്ലേഴ്സിനെല്ലാം ഒറ്റ റൂളാണ്. ഭക്ഷണശാലയിൽ ഏതൊക്കെ തൊഴിലാളി ഉണ്ടോ അവർക്കെല്ലാം ഇത് ബാധകമാണ്. നമ്മൾ ഒരു ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് ഇത്ര സമയത്തിനകം നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓൺലൈൻ ഡെലിവറിയിൽ അപ്പോൾ നമ്മളിത് ഇതിനകത്തൊരു സ്റ്റിക്കർ ഉണ്ടാകണമെന്ന് പറഞ്ഞു, എപ്പോൾ ഡെലിവർ ചെയ്തു, എത്ര മണിക്കൂറിനകം കഴിക്കാം. നമ്മളിപ്പം ഈറ്റ് ഹെൽത്ത് കേരള എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അല്ല എറണാകുളത്ത് എത്തുമ്പം അവിടെയുള്ള ഏത് റെസ്റ്റോറൻറ്റ്സ്, ഏത് ഹോട്ടൽ, അത് കേന്ദ്ര സർക്കാരാണ് അവരുടെ ഏജൻസികളാണ്. അവർ വന്നിട്ട് ഇതിൻ്റെ പരിശോധനകൾ നടത്തി റേറ്റിംഗ് കൊടുക്കും. അങ്ങനെ ആ റേറ്റിംഗ് നമുക്കിതിൽ കാണാൻ കഴിയും. അതിപ്പോൾ ഈ വർഷം നടപ്പിലാക്കിയത്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെ ശുചിത്വം നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഉപഭോക്താവിന് മനസ്സിലാവും. ഭക്ഷണശാലയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ 5 സ്റ്റാറിലേക്ക് നിലനിൽക്കാനായിട്ട്. കാരണം അത് കൃത്യമായിട്ട് കുറേ ഒരു ക്രൈറ്റീരിയ പാസ്സായാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ ആളുകൾ പോയി സുരക്ഷിതമായിട്ടൊരു ഗ്യാരണ്ടി ഉണ്ട് മിനിമം. അവിടെ വിശ്വാസത്തോടെ അവിടെ ഇത് സംഭവിച്ചു കൂടാന്നില്ല. പക്ഷേ എന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി അവിടെ ആ ഒരു ഭക്ഷണശാലയ്ക്ക് ഉറപ്പ് വരുത്തുന്ന ഈ കേരള സർക്കാരിന് അത് ഭയങ്കരമായിട്ട് അത് ഇനി അടുത്ത് വരും കാലങ്ങളിൽ അത് കുറച്ചുകൂടെ അതിന് നന്ദി പറയുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച്. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം ഒരു മാതൃകയാണ്. കാരണം അദ്ദേഹം ഓൾറെഡി നെയിം ഈസ് ബ്രാൻഡഡ്. അത് പേര് പറഞ്ഞാൽ തന്നെ ഒരു ബ്രാൻഡാണ്. ആളുകൾ അതെ ആഗോളതലത്തിൽ. പക്ഷെ അങ്ങനെ ഒരാൾ ഇതിലൂടെ കടന്നുപോയി അത് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും മാതൃകയാണ്. അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടിയായിട്ടാണ് അതിനെ കാണുന്നത്. കോവിഡ് ടൈമിൽ ഭയങ്കരമായിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം, മേഡത്തിൻ്റെ ഒരു ആരോഗ്യ വകുപ്പും അല്ലാതെ എല്ലാം കൂടെ ചേർന്ന് ഒരുപാട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഹൈജീൻ സ്റ്റാൻഡേർഡ്, അല്ലാതെ ഇവിടുത്തെ കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സെഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാൻ 5-6 തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് വന്നൊരു ആശയമായിരുന്നു. അപ്പോൾ മേഡത്തിൻ്റെ അടുത്ത് അത് പറയുമ്പോൾ മേഡം പറഞ്ഞു എങ്ങനെയായാലും അത് കേരളത്തിൽ കൊണ്ടുവരണം. അതൊരു ഞാൻ ഒരു 2005 അവിടുത്തെ ഒരു ഷെഫ് ജേമി ഒലിവറും അതുപോലെ UK ഗവൺമെൻറ്റിലൂടെ ചേർന്നിട്ട് ആ 5 ഡേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റായിരുന്നു. എല്ലാ കുട്ടികളും മുതിർന്നവരും 5 ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ യൂണിറ്റ് നിർബന്ധമായും കഴിച്ചിരിക്കണം. അത് 5 യൂണിറ്റാണ് 5 ഡേ. അതിനകത്ത് വേണമെങ്കിൽ ഒരു പഴം ഒരു യൂണിറ്റാണ്, കുറച്ച് ബ്രോക്കലി അല്ലെങ്കിൽ കുറച്ച് പീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിളോ ഫ്രൂട്ടോ 5 നേരം കഴിക്കുക. എല്ലാ സ്കൂളിലെ കുട്ടികൾക്ക് നിർബന്ധമാവുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ ലഞ്ച് മീലിനകത്ത് ഇത് ഇൻക്ലൂഡ് ആകുന്നു. അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് അപ്പോൾ മേഡം പറഞ്ഞത് കേരളത്തിലുള്ള എല്ലാ അംഗനവാടി മുതൽ എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഇത് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടിയിട്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇവിടുത്തെ ഫുഡ് ഇൻഫ്ലുവൻസേഴ്സ്, കേരളമായിട്ട് മലയാളത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റഗ്രാമേഴ്സ്, ഞങ്ങളുടെ ഒരു 10-40 പേരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ഞാൻ ഈ തിരക്കിനിടയിൽ അല്ല ആ ടൈമിൽ കോവിഡിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുവാണ്. ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇത് ഷെഡ്യൂൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോട്ട്സും, അപ്പോൾ അതിൻ്റെ പ്ലാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണ് ഇതിൻ്റെ അംബാസിഡേഴ്സ്. അപ്പോൾ അവരുടെ ഹെൽത്ത് ഹാബിറ്റ്സ് അവർ വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ സിബ്ലിങ്സിനോട് പറയും ഇത് കഴിക്കരുത് കേട്ടോ, ഇതാണ്. അപ്പം ഇത് ഭയങ്കര ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അതാണ് നമ്മളൊന്ന് ആലോചിക്കുക, അതിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പറയും ഈ മന്തി ഇതൊക്കെയാണ് പുതിയ ഭക്ഷണങ്ങളാണ് പ്രശ്നം, അല്ലെങ്കിൽ പല ഭക്ഷണ രീതികളാണ് പ്രശ്നം. മിനിസ്റ്റർക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കേരളത്തിൻ്റെ രീതിയല്ല, പുറത്ത് ഇപ്പം ചൈനീസ് അല്ലെങ്കിൽ യൂറോപ്യൻ അങ്ങനെ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഫ്ലേവർ? ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിൽ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴേ എല്ലാ സ്റ്റേറ്റ്സിലൂടെയും പോകാൻ പറ്റും. ഇപ്പം നേരത്തെ കാലത്ത് അതെ. അപ്പോൾ അവിടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഗസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഒരു ദിവസം ജൂയിഷ് ഫാമിലിയുമായിട്ട്, ഒരു ദിവസം ഒരു US ഫാമിലിയുമായിട്ട് അങ്ങനെ പറഞ്ഞു ഞങ്ങൾ സാൽമൺ
അയ്യോ, അപ്പോൾ അപ്പോൾ നമ്മളുടെ ഒരു അതിഥികളുടെ ഒരു മര്യാദ ഉണ്ടല്ലോ. അപ്പം 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, അവർക്ക് പെറ്റ്സ് ഉണ്ടാവും വീട്ടിൽ, നമ്മളെക്കാളും വലിയ നായികളാവും. അപ്പോൾ ഇനി അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ പേടിയാണ് അങ്ങനെയൊന്നും പറയരുത്. അത് അവിടുത്തെ ഒരു വീട്ടിലെ അംഗം പോലെ ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. അതുപോലെ സാൽമൺ ഫിഷ് ഈ പറഞ്ഞതുപോലെ റെഡ്, റോസ്, പിങ്കിഷ് കളറാണ്. അപ്പോൾ നമ്മൾ ഈ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് മീനും ഭയങ്കര സ്പൈസി ആയിട്ട്, പക്ഷേ അന്ന് അവർ ഈ പെപ്പറും ഉപ്പും മാത്രം, പക്ഷേ അസാധ്യമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. ആ ഫിഷിന് അതിനകത്ത് ഉപ്പും കുരുമുളകും മാത്രമാണ്. ആ ഫിഷിന്റെ സ്വാഭാവികമായ രുചിയാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ എന്താണ് ഇപ്പം പറഞ്ഞ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് മസാലയുടെ രുചിയും അത് ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ആ ഫിഷിന്റെ ജ്യൂസ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഗുണത്തേക്കാൾ ഉപരി അതിൻ്റെ രുചിക്കാണ് മലയാളികൾക്ക് ഒരു പ്രാധാന്യം. കാരണം ഇത്രയും സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൂടെ ചേർത്ത ഭക്ഷണമാണ്. അത് കുറ്റം പറയേണ്ട കാര്യമില്ല. മീൻകറിക്കകത്ത് കുടംപുളിയും മുളകരച്ച് വറ്റിച്ചിട്ട് അതിനകത്ത് ചാറിട്ടിട്ട് വേവിച്ച് വറ്റിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം പോയി. പക്ഷേ ആ ചാറിൻ്റെ ഗുണം ചോറിനകത്തിട്ട് പെരട്ടി കഴിഞ്ഞാൽ ഒരാൾക്കൂല. പക്ഷെ അതൊക്കെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏത് പ്രൊഫഷനിലുള്ളവർ, ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മളൊന്ന് വൃത്തിയാക്കുമെന്ന് വിചാരിച്ചു ഇഷ്ടത്തോടെ ചെയ്യണം. കുക്ക് ചെയ്യുന്നത് അദ്ദേഹം കുക്ക് ചെയ്യുന്നത് ഓരോ അംശത്തോടും ഒരു ഇഷ്ടം, ആ കുക്ക് ചെയ്യുന്നതിനോടുള്ളൊരു മനസ്സിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ, അതാണ് അതിൻ്റെ രുചി. അത് നമ്മൾ പറയില്ലേ, അമ്മമാരുടെ ഇതിൽ ഒരധികം ഇത് കാണും, ഒരു എലമെൻറ്റ് ഓഫ് ലവ് കെയർ ഒക്കെ കാണും. അദ്ദേഹം അത് നമ്മളെല്ലാം ഏത് പ്രൊഫഷനിലുള്ളവരാണല്ലോ നമ്മളത് കണ്ടുപഠിക്കേണ്ടതാണ് എല്ലാവരും. കേരളത്തിൻ്റെ ഒരു ഫ്ലേവറും കേരളത്തിൻ്റെ മസാല അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്പൈസസ് ഒക്കെയാണ് കൂടുതൽ ഷെഫ് ട്രൈ ചെയ്യുന്നത്. അതെ, നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലത് അതാണോ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും അതിപ്പോൾ എല്ലാ ഭക്ഷണത്തിനും അതിൻ്റേതായ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് സുലഭമായിട്ട് കിട്ടും. ബ്രിട്ടനിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന വലിയ മിഷണൻ സ്റ്റാർ ഷെഫിൻ്റെ അടുത്തൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഒരു 2 മൈൽ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവുള്ള സാധനങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അത് തീർന്നാൽ മാത്രമേ വേറൊരു സ്ഥലത്തിൽ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടത്തേക്ക് ഷെഫ്മാർ ചില സമയത്തേക്ക് ഏറ്റവും വലിയ എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റാണ്, തക്കാളി അവിടെ സീസൺ അല്ലെങ്കിൽ മെനുവിൽ മൊത്തം ഡിഷ് എടുത്താൽ കളയും, നോ തക്കാളി. അപ്പോൾ അപ്പോൾ അവർ ഇവിടെ ഇപ്പോൾ നമ്മൾ അവിടെ തക്കാളി ഇല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഊട്ടി പോയി വാങ്ങിച്ചുകൊണ്ട് പിന്നെ വില കൂടിയാൽ മാത്രം എല്ലായിടത്തും പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും നമ്മുടെ എല്ലാ ബാക്ക് യാർഡ്സിലും ഒക്കെ കാച്ചിൽ, ചേന, ചേമ്പ്, അതേപോലെ കപ്പ, ഇത്രയും റൂട്ട് വെജിറ്റബിൾസ് വേറൊരിടത്തില്ല. അപ്പോൾ ഇത്രയും സുലഭമായിട്ട് നമ്മുടെ ലോക്കൽ പ്രൊഡ്യൂസിനെ ഓണത്തിനോ വിഷുവിനോ മാത്രം ഏതെങ്കിലും കടയിൽ ഇങ്ങനെ ഉടക്കി ഇങ്ങനെ വയ്ക്കും. വിഷുവിന് അവിയൽ, സാമ്പാർ അല്ലെങ്കിൽ ഓണത്തിന് സദ്യ ഉണ്ടാക്കാൻ നേരത്തെ മാത്രം വാങ്ങിക്കും. പക്ഷേ ഇവരെന്താ വാങ്ങിക്കുക? ക്യാബേജ്, നാഗ്പൂരിൽ നിന്ന് വരുന്ന വെജിറ്റബിൾ, അത്രയും ഗ്ലോബൽ വാർമിങ്, ഇത്രയും സാധനം. ഇവിടെ കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ അത് എല്ലാ ലോക രാജ്യങ്ങളിലും ഇപ്പം കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടുള്ളതിന് ആദ്യം കഴിക്കുക, ബി ലോക്കൽ. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടിൽ എന്തോരം മുരിങ്ങയില, ഈ മുരിങ്ങയിലൊക്കെ സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടാണ് അമേരിക്കയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ ഒരു മാർക്കറ്റിൽ നിങ്ങൾ മുരിങ്ങയിലയുടെ ഇപ്പോൾ പൗഡർ പൊടിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വേണോ? കൊച്ചിയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാരെന്നെ വിളിച്ചു, എനിക്കൊന്ന് IT ഫീൽഡിലൊക്കെ ഉള്ളവരാണ്. അവരെന്നോട് പറഞ്ഞു, ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ഒരു ദിവസം രാവിലെ കാക്കനാട് കളക്ട്രേറ്റിൽ 7 മണിക്ക് ചെല്ലും. അതായത് ആ സമീപമുള്ള കൃഷി ഇടങ്ങളിൽ നിന്ന് കർഷകർ അവർ കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ടുവരും. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ സാധനവും തീരും. അതായത് അതിന് വേണ്ടിയിട്ട് ആളുകൾ ഉള്ളൊരു അവയർനെസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് അത്യാവശ്യം കറിവേപ്പിലയാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്, ഡിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഏലക്ക പണ്ടൊക്കെ നമ്മളുടെ പായസത്തിലൊക്കെ ഒരു ഇതോടുകൂടി ഇടുമ്പോൾ അതൊരു സന്തോഷമാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാര്യം. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിനിക്കലാണെന്ന് ഞാൻ വിശ്വസിക്കാറ്. കാരണം എന്നെ കൊണ്ട് അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പാളിപ്പോയ കുക്കിംഗ് പരീക്ഷണമൊക്കെ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും. ഗസ്റ്റിന്റെ മുന്നിൽ ഇല്ല അതില്ല. പക്ഷെ വിവാഹം കഴിച്ചിട്ടേ ആദ്യം ഞാൻ ഭർത്തൃ വീട്ടിൽ പോയിട്ട് അവിടെ ഞാൻ കുക്ക് ചെയ്ത ഒരു കാര്യം വലിയ പരാജയമായി പോയി. ഡിഷ് ചിക്കനാണ്. അപ്പോൾ ചിക്കനാണ്, പക്ഷെ എൻ്റെ ഒരു ഇത് തെറ്റിപ്പോയി. ഞാനതിൽ അതിപ്പോൾ പറയുന്നില്ല. എനിക്ക് അങ്ങനെ ഡെഫിനറ്റ്ലി നമ്മളിത് ഒരു മേഖലയിൽ നിൽക്കുകയല്ലേ, 30 വർഷമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഡം നേരത്തെ പറഞ്ഞ ആ ഒരു പാഷൻ്റെ പുറത്ത് പക്ഷേ പുതിയ സംഭവങ്ങൾ ചെയ്താലും നമുക്ക് ചില സംഭവങ്ങളൊക്കെ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ പറ്റാറുണ്ട്. അതിപ്പോൾ എത്ര പെർഫെക്റ്റ് ആയാലും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു എക്സ്പീരിയൻസ് മാറ്ററാണ്. ഒരു കുറേ കാര്യങ്ങൾ ഒരേ സാധനം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ പിന്നെ അതിനകത്ത് വലിയ പിഴവൊന്നും ഉണ്ടാവില്ല. അല്ലേ? പക്ഷേ ഞാൻ കുറേ വർഷമായിട്ട് ഇപ്പോഴും മോരുകറി ഉണ്ടാക്കാൻ അത് മാത്രം ചെയ്യുന്ന ഭക്ഷണം ഏറ്റവും ഞാൻ പറഞ്ഞതാണ് നീന്തൽ അല്ലെങ്കിൽ ബേസിക് കുക്കിംഗ്
ഒരു മനുഷ്യൻ പഠിച്ചിരിക്കണം. കാരണം അതിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കും. എനിക്ക് മേഡത്തിനടുത്ത് ഈ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കണമെന്ന് വെച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു ഹെൽത്ത് മിനിസ്റ്റർ. അപ്പോൾ കേരളത്തിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞാനിപ്പോൾ ഒരു വിദേശ രാജ്യത്തൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്, അല്ല ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങളൊക്കെ പോയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആരോഗ്യ ഇത് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് മറ്റുള്ളിടത്തേക്കാട്ടി ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള കാര്യം അറിയാം. അതിൻ്റെ ഒരു ചെറിയ ഇപ്പോൾ ഈ അടുത്ത പോലും ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോഴും നമ്മളെ കേരളത്തെക്കുറിച്ച് കമ്പയർ ചെയ്യും. നമ്മുടെ ഒരു പഞ്ചായത്ത് ആശുപത്രി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ മുതൽ അതിൻ്റെ കണക്ട് ചെയ്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഇത്രമാത്രം ഇവിടെ കുട്ടികൾ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രോസസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫുഡ് പോയ്സൻ്റെ ഒരു ഇൻസിഡൻറ്റ് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോവിഡിൻ്റെ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി മൊത്തത്തിൽ ബാധിക്കുമ്പോൾ ഇതിനൊക്കെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രഷർ അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു സമയത്ത്? ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ഞാൻ കാണുന്നത് ഒന്നിലും അമിതമായി സന്തോഷിക്കുകയോ അമിതമായി വേദനിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഇപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഈ കോവിഡിന് ചെറിയൊരു റൈസ് ഉണ്ടല്ലോ. അപ്പം നവംബർ മാസത്തിൽ തന്നെ നമ്മളിത് കണ്ടു. നമ്മൾ ഈ കേസസ് അവലോകനം ചെയ്യും. അപ്പോൾ അങ്ങനെ ജീനോമിക് സീക്വൻസിങ് ജനിതക ശ്രേണീകരണം നടത്തണം. നവംബർ 18 അയച്ചൊരു സാമ്പിൾ JN1 ആയി. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് US കോൺസുലേറ്റിൽ നിന്നൊരു കോൾ വന്നത് ഞങ്ങളുടെ സിറ്റിസൺസ് അവിടെ സുരക്ഷിതരാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ ബാൻ ഉണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അവർ തിരിച്ചു വരാൻ പറയേണ്ടതുണ്ടോ? അവർ പാനിക്കായി. അതായത് കേരളത്തിൽ എന്തോ വലിയ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കേസസ് ഉണ്ട്. അതായത് സിംഗപ്പൂർ എയർപോർട്ട് സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് അവർ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ 19 ഇന്ത്യക്കാർക്ക് JN1, അതായത് കേരളത്തിൽ നിന്നുള്ളവരല്ല, മറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിൽ ഇത് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മളിത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സിസ്റ്റം നല്ലതായി നടക്കുന്നു. അത് ഫുഡിന്റെ കാര്യത്തിലായാലും അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ബാക്കിയുള്ളിടത്ത് എല്ലാം കേരളത്തിൽ മാത്രം ഇതെന്ത് സംഭവം. ബാക്കിയുള്ളതിനെക്കാട്ടി കൂടുതൽ കേസസും അല്ലെങ്കിൽ അതിനെ ഒരു മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റവും അല്ലെങ്കിൽ അതിനെ പബ്ലിക്കായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആളുകളെല്ലാം അറിയപ്പെടുന്നു. ചില കാര്യത്തിൽ അറിയുന്നില്ല. രണ്ടുപേരും പേരൻസ് ആണ്. അപ്പം വീട്ടിൽ മക്കൾ ആവശ്യപ്പെടുക അവൈലബിൾ ആവുന്നത് വളരെ കുറവാണ് ഇപ്പോൾ രണ്ടുപേരുടെ സാഹചര്യത്തിന് അറിയാം. അപ്പോൾ ആവശ്യപ്പെടുന്ന ഡിഷ് എന്താ? മിനിസ്റ്ററും തുടങ്ങാം. മോള് എന്നോട് മീൻകറി, അമ്മയുടെ മീൻകറി വേണം എന്ന് പറയും. മോന് ചിക്കൻ. ഞാൻ ആദ്യത്തെ ഇതിൽ നിന്നൊക്കെ ഒതിരി പോയി. അപ്പോൾ അങ്ങനെ പിന്നെ അവർക്ക് അപ്പവും ഒക്കെ ഇഷ്ടമാണ്. അവരൊക്കെ എൻ്റെ കുട്ടികൾ അവിടെ ജനിച്ച് വളർന്നതാണ്. ഇപ്പോൾ ഒരു 4 വർഷം മുമ്പാണ് അവരെല്ലാവരും വന്നത്. അപ്പോൾ അവിടുത്തെ അവർക്ക് ഇവിടുത്തെ എല്ലാം വീട്ടിൽ എൻ്റെ അമ്മയും വൈഫും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ പാസ്ത അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ആ ചെറുപ്പത്തിൽ അവിടെ ആ രാജ്യത്ത് ജനിച്ച് വളർന്ന് കഴിച്ച ഡിഷുകളൊക്കെ അവർ പറയും ഇതുണ്ട്, ലാം ചോപ്സ് വേണം, അല്ലെങ്കിൽ പ്രോൺസ് ഒക്കെ ഗ്രില്ല് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു യൂറോപ്യൻ ടച്ചുള്ള ഫുഡൊക്കെ കഴിക്കാൻ അവർക്ക് കൊതി വരുമ്പോൾ നമ്മൾ വരുമ്പോൾ അത് പറയും. അതായിരിക്കും അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, അതായത് ഫുഡീസായ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ക്രിസ്മസിന് അവരോട് എന്താണ് പറയാനുള്ളത്? ക്രിസ്മസ് ഏത് ഫെസ്റ്റീവ് സീസൺ ആണെങ്കിലും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം കൂടിയാണ്. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ച് നന്നായി ഹെൽത്തി ആയിട്ടിരിക്കാൻ, ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഹെൽത്തി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും. സുരേഷേട്ടാ? തീർച്ചയായിട്ടും മിനിസ്റ്റർ മാഡം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഏത് ഫെസ്റ്റിവൽ സീസണായാലും മലയാളികൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ജീവിത ശൈലിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കട്ടെ, ഏറ്റവും നല്ല ആരോഗ്യത്തോടെ മലയാളികളെല്ലാം ഒരു വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു എല്ലാ പ്രേക്ഷകർക്കും 24-ൻ്റെ നമ്മുടെ വക ഒരു ഹാപ്പി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതിനോടൊപ്പം ഒരു ന്യൂ ഇയർ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.